മലപ്പുറം സംവാദം എന്ന് പറഞ്ഞാൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ് സംവാദം നടത്തുന്നത്. മുന്നിൽ ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരാണെങ്കിലും തത്തയെ പഠിപ്പിക്കും പോലെ പഠിപ്പിച്ചാണ്. 81 അസമുലിൽ മരിച്ചു. അസമുലിൽ മരിച്ചപ്പോൾ ഇവർക്ക് ധൈര്യം വന്നു പൊളിക്കാൻ. അസമൂലിയർ കൂടെ അല്ലാത്ത ഒരു വാദപ്രതിവാദത്തിൽ ആരും ഉണ്ടായിട്ടില്ല. അതുവരെ ഒറ്റക്കൊരു വാദപ്രതിവാദം അതുവരെ ആരും നടത്തിയിട്ടില്ല. AP നടത്തിയിട്ടില്ല. ഞാൻ ഇത് സത്യം പറയുന്നില്ല, നമ്മൾ ഒന്നാണല്ലോ ഒന്ന്, പിന്നല്ലേ ഇപ്പൊ ഇതൊക്കെ വിഭാഗീയത ഉണ്ടായത്. 82 എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദ കാലത്ത് നമ്മൾ രണ്ടു കൂട്ടരും ഒന്നാണ്. മനസ്സിലായോ പറഞ്ഞത്? അവിടെ കൊട്ടപ്പുറത്തിൽ ഖണ്ഡന മണ്ഡനം ആഴ്ചകളോളം നടന്നു. അവസാനം അവര് വെല്ലുവിളിച്ചു. അപ്പൊ നമ്മൾ വെല്ലുവിളി ഏറ്റെടുത്തു. അവർ ശൈഖുനാന്റെ അടുത്ത് പോയി. അപ്പൊ ശൈഖുന പറഞ്ഞ AP വിളിച്ചാൽ നിറഞ്ഞു. ശൈഖുന നിർദ്ദേശിച്ച പ്രകാരമാണ് ആരെ വിളിക്കണത്? AP വിളിക്കണത്. എന്നെല്ലാം ഒന്നാണ്. അതിലാവട്ടെ അങ്ങോട്ട് തോറ്റു എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ വഹാബികൾ കൊട്ടപ്പുറത്ത് തോറ്റ പോലെ തോറ്റൊരു സംഭവം ഉണ്ടാവില്ല. എന്താ സംഭവം? 3 ദിവസം ചോദിച്ചിട്ടും എന്നതിന് മറുപടി ഇറങ്ങില്ല. ഇത് തന്നെ ചോദിക്കണമെന്ന് ശൈഖുന പറഞ്ഞതുമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലായോ പറഞ്ഞ്? അവിടെ ഞാൻ AP ചെറുതാക്കല്ല. വലിയ സ്ഥലം ഇന്നും അവരെന്നെയാണ് ശൈഖുന തന്നെയാണ്. എന്നൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ? 3 ദിവസം ചോദിച്ചിട്ട് അതിൽ ഒരു ദിവസം വിഷയം അവതരിപ്പിച്ചു മുസ്ലിയാര്. മനസ്സിലായില്ലേ? അവസാനം അങ്ങോട്ട് വാഷളായി. പിന്നെ ബദരീങ്ങൾക്കൊരു യാസീൻ ഓതി ദ്വാരന്നാണ്ട പിരിഞ്ഞ്. അല്ലെങ്കിൽ ജനം വിടൂല. കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. ശിർക്കിന് നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു. നീ പറയണത് കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതിന് എനിക്ക് നിങ്ങളാരും പേടിയില്ല. ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല. കാരണം വഹാബി തകരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘം ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. അതിലൊന്നും എഴുതപ്പുറങ്ങൾ വായിക്കരുത്. സത്യമാണല്ലോ. ഇപ്പം നമുക്ക് കുറച്ച് ആളുകൾക്ക് കച്ചവടം തീരാത്തതുകൊണ്ട് രാത്രിയാകുന്ന ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ. 982 ശേഷം അവർ കളി തുടങ്ങി. ആ കളിയിൽ 984-85 ആയപ്പോഴത്തേന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെയും AP അബൂബക്കർ മുസ്ലിയാരെയും തെറ്റിച്ചു. ഇതാണ് സത്യം. ആരാണ് തെറ്റിച്ചത്? ചന്ദ്രിക ദിനപത്രം. ആരാണ് ഫിത്ന ഉണ്ടാക്കിയത്? ചന്ദ്രിക ദിനപത്രം. അതങ്ങനെയാണ്. അതൊരു വസ്തുത പറയാണ്. ഇതൊന്നും ആരെയും കുറ്റല്ല, നേര് പറയാ. തകർന്നു. സുന്നികൾ രണ്ടായി. 980-85 ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി. നമ്മൾ തമ്മിൽ ചീത്ത പറയാൻ തുടങ്ങി. അതിനിടയിൽ അവർ വളർന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു. ഇന്ന് 100ാം വാർഷികം ആഘോഷിക്കാൻ നമുക്ക് എന്തർഹത? പണ്ട് പാണക്കാട്ട് വഹാബികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരെ കൂട്ടത്തിലും വഹാബികൾ കയറിക്കൂടി. ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളെ ജീവചരിത്രം പാണക്കാട്ട് തങ്ങൾ പ്രകാശനം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാരാ ഉള്ളത്? നിനക്ക് എന്തഭിമാനം 100ാം വാർഷികം നടത്താൻ? ഇത്ര അതോഗതി 980 വരെ